Hi students, welcome back to another class. Today we are going to study the properties of nitric acid. Concentrated nitric acid also oxidizes nonmetals and their compounds. Iodine is oxidized to iodic acid, carbon to carbon dioxide, sulfur to sulfuric acid and phosphorus to phosphoric acid. Concentrated nitric acid also oxidizes nonmetals and their compounds. Iodine is oxidized to iodic acid, carbon to carbon dioxide, sulfur to sulfuric acid and phosphorus to phosphoric acid. Iodine react with nitric acid, we will get iodic acid. I2 plus 10HNO3 gives 2HiO3 plus 10NO2 plus 4H2O. Okay, iodine react with the nitric acid. 10 molecule of nitric acid, then we will get 10NO2. Okay, then 2HiO3 and 4H2O. Carbon react with the nitric acid to form carbon dioxide, water and nitrogen dioxide. 4HNO3 here, then we will get 4NO2. Okay. Then SH react with the nitric acid. We will get sulfuric acid and nitrogen dioxide and water. SH plus 48 nitric acid, HNO3. Then we will get 48NO2. Okay. Phosphorus react with the nitric acid. We will get phosphoric acid plus nitrogen dioxide plus H2O. Here 20HNO3, then we will get 20NO2. Okay. Then, okay. അപ്പം ഇവിടെ 10HNO3 വന്നപ്പം നമുക്ക് 10NO2 കിട്ടി. പിന്നെ അയോഡിക് ആസിഡിൻ്റെ ഡബിളാണ് H2O. അതുപോലെ ഓർക്കുക. ഇവിടെ 4HNO3 വന്നപ്പോഴത്തേക്കും നമുക്ക് 4NO2 കിട്ടി അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു, അതിൻ്റെ ഡബിളാണ് വാട്ടർ മോളിക്യൂൾസ്. പിന്നെ S8 48HNO3യുമായിട്ട് റിയാക്ട് ചെയ്ത് അപ്പോൾ 48NO2 കിട്ടി. കണ്ടോ, 8H2SO4 ആണ്, അതിൻ്റെ ഡബിൾ 16H2O. ഓക്കെ, ദെൻ ഫോസ്ഫറസ് 20HNO3 ആണ്, അപ്പോൾ നമുക്ക് 20NO2 കിട്ടി. പക്ഷേ ഇവിടെ 4ഉം തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻസ് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ ബ്രൗൺ റിംഗ് ടെസ്റ്റ്. ദ ഫെമിലിയർ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ഓഫ് Fe2+ ടു റെഡ്യൂസ് നൈട്രേറ്റ്സ് ടു നൈട്രിക് ഓക്സൈഡ് വിച്ച് റിയാക്ട് വിത്ത് Fe2+ ടു ഫോം എ ബ്രൗൺ കളേർഡ് കോംപ്ലെക്സ്. The test is usually carried out by adding dilute ferrous sulfate solution to an aqueous solution of concentrated nitrate ion and then carefully adding concentrated sulfuric acid along the sides of the test tube. A brown ring at the interface between the solution and the sulfuric acid layer indicates the presence of nitrate ion in solution. അപ്പോൾ നമ്മൾ സൊല്യൂഷനിൽ നൈട്രേറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ, നൈട്രേറ്റിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ സൊല്യൂഷനിൽ നൈട്രേറ്റ് അയോണിൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ബ്രൗൺ റിംഗ് നൈട്രേറ്റ് അയോണിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ലാബ് ടെസ്റ്റാണ്, നമുക്കത് പ്രാക്ടിക്കലിന് ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. ദ ഫെമിലിയർ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ എബിലിറ്റി ഓഫ് Fe2+ അയോൺ ടു റെഡ്യൂസ് നൈട്രേറ്റ് ടു നൈട്രിക് ഓക്സൈഡ്. കണ്ടോ, നൈട്രേറ്റിനെ നൈട്രിക് ഓക്സൈഡായിട്ടാണ് ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നത്. ആര്? Fe2+. Fe2+ to reduce nitrate to nitric oxide which react with the Fe2+. This nitric oxide react with the Fe2+.
then we will get a brown colored complex. കണ്ടോ? ഇപ്പം നമ്മുടെ നൈട്രേറ്റ് അയോൺ, നമ്മുടെ സൊല്യൂഷനിൽ നൈട്രേറ്റ് അയോൺ ഉണ്ടോ എന്ന് അതിൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ആ ബ്രൗൺ റിംഗ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. നൈട്രേറ്റ് അയോൺ ഉണ്ടെങ്കിൽ Fe2+ അതിനെ നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറ്റും. ദിസ് നൈട്രിക് ഓക്സൈഡ് Fe2+മായിട്ട് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്രൗൺ റിംഗ് ഫോം ചെയ്യിപ്പിക്കും. ഓക്കെ, ബ്രൗൺ കളേർഡ് കോംപ്ലക്സ് ആണിത്. This test is usually carried out by adding dilute ferrous sulfate solution to an aqueous solution containing nitrate ion. ഇപ്പം നൈട്രേറ്റ് അയോൺ സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് നൈട്രേറ്റ് അയോണിൻ്റെ സൊല്യൂഷനാണ്. നമുക്ക് അതിൻ്റെ സൊല്യൂഷനിൽ നൈട്രേറ്റ് അയോൺ ഉണ്ടോ എന്ന് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷൻ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുക. നമ്മൾ സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബിലേക്ക് എടുത്തു. ഇത് നമ്മുടെ സൊല്യൂഷനാണ്, നൈട്രേറ്റ് അയോൺ സൊല്യൂഷൻ. എന്നിട്ട് നമ്മൾ ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ. എന്നിട്ട് ഇത് നന്നായിട്ട് നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഈ കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ഫോം ചെയ്യുന്നത് ഈ ഭാഗത്താണെങ്കിൽ ഇവിടെ അങ്ങോട്ട് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് വന്ന് വീഴുമ്പോൾ ഈ രണ്ടും കൂടെ ചേരുന്ന ഈ ഭാഗത്ത് ബ്രൗൺ റിങ് ഫോം ചെയ്യും. ഒരു റിങ്. ഈ ബ്രൗൺ റിങ് ഫോം ചെയ്യുന്നത് പ്രസൻസ് ഓഫ് നൈട്രേറ്റ് അയോണിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. നൈട്രേറ്റ് അയോണിൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ ബ്രൗൺ റിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ബ്രൗൺ റിങ് ടെസ്റ്റ്. ദാറ്റ് ഈസ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് നൈട്രേറ്റ് അയോൺ. ഓക്കെ, the brown ring test for the nitrate depends on the ability of Fe2+ to reduce nitrate to nitric oxide, which react with the Fe2+, then we will get a brown colored complex. This test is usually carried out by adding dilute ferrous sulfate. നമ്മുടെ ഓൺ സെൻറ്റൻസിൽ പറഞ്ഞാൽ മതി. നമുക്ക് തന്നിരിക്കുന്ന നൈട്രേറ്റ് സൊല്യൂഷൻ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. എന്നിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. എന്നിട്ട് അതിനകത്തേക്ക് കെയർഫുള്ളി കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൻ്റെ സൈഡിലൂടെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുക. അപ്പോൾ ഈ രണ്ട് സൊല്യൂഷനും ഇൻ്റർഫേസിൽ നമുക്കൊരു ബ്രൗൺ റിങ് ഫോം ചെയ്യും. ആ ബ്രൗൺ റിങ് ആണ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് നൈട്രേറ്റ് അയോൺ ഇൻ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, the major use of nitric acid is in the manufacture of ammonium nitrate for fertilizers and other nitrate for use in explosives and pyrotechnics. Pyrotechnics means firework display ആണ്. ഇപ്പോൾ എക്സ്പ്ലോസീവിലും ഫയർ വർക്ക് ഡിസ്പ്ലേയിലും യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് നൈട്രോഗ്ലിസറിൻ, ട്രൈനൈട്രോടൊളുവിൻ ആൻഡ് അതർ ഓർഗാനിക് നൈട്രോ കോമ്പൗണ്ട്സ്. അതർ മേജർ യൂസസ് ആർ ഇൻ പിക്ലിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിക്ലിംഗ് എന്ന് പറഞ്ഞാലൊരു പ്രീ പാസീവ് ലെയർ ഫോം ചെയ്യിപ്പിക്കുകയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിനെ ആസിഡ് സൊല്യൂഷൻ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സർഫസിൽ ഒരു പാസീവ് ലെയർ ഫോം ചെയ്യും. എന്നുവെച്ചാൽ കൊറോഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു മെത്തേഡാണത്. പിന്നെ എച്ചിങ് ഓഫ് മെറ്റൽസ്. എച്ചിങ് ഓഫ് മെറ്റൽസ് മീൻസ് മെറ്റൽ ഡിസൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് ആൻ ഓക്സിഡൈസർ ഇൻ റോക്കറ്റ് ഫ്യൂവൽസ്. റോക്കറ്റ് ഫ്യൂവലിൽ ഓക്സിഡൈസറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോസ്ഫറസ് അലോട്രോപിക് ഫോംസ്. Phosphorus is found in many allotropic forms, the important ones being white, red and black. Okay. White phosphorus is a translucent white waxy solid. It is poisonous, insoluble in water but soluble in carbon disulfide. It is poisonous, insoluble in water but soluble in carbon disulfide and glows in dark, that is known as chemiluminescence. It dissolves in boiling NaOH solution in an inert atmosphere giving phosphine.
phosphorus react with the sodium hydroxide plus water, we will get phosphine plus sodium hypophosphite. White phosphorus in the properties correct. It is a translucent white waxy solid. It is poisonous, insoluble in water but soluble in carbon disulfide, and glows in dark, that is known as chemiluminescence. It dissolves in boiling NaOH solution in an inert atmosphere, giving phosphine. White phosphorus is less stable and therefore more reactive than other solid phases under normal conditions because of angular strain in the P4 molecule, where the angles are only 60 degree. And white phosphorus is less stable. അതുകൊണ്ടത് കൂടുതൽ റിയാക്റ്റീവ് ആയിരിക്കും ദാൻ ദി അതർ സോളിഡ് ഫേസസ് അണ്ടർ നോർമൽ കണ്ടീഷൻസ് because of angular strain in the P4 molecule, where the angles are only 60 degree. It readily catches fire in air to give a dense white fumes of phosphorus oxide, P4O10. For phosphorus readily catches fire in air to produce a dense white forms of P4O10. Okay, it consists of discrete tetrahedral P4 molecular structure. This is P4 molecular structure. White phosphorus ആണ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പം white phosphorus less stable ആണ്, therefore more reactive than other solid phases under normal condition, കാരണം angular strain in P4 molecule where the angles are only 60 degree. പിന്നെ it readily catch fire to give dense white fumes of P4O10. ഓക്കെ, വളരെ ചെറിയ ടോപ്പിക്കാണ് എടുക്കുന്നത്, കാരണം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ ഗായ്സ്, സ്റ്റഡി അപ് ടു ഹിയർ. ദ റിമൈനിങ് ടോപ്പിക് വി വിൽ സ്റ്റഡി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.